പല രൂപത്തിൽ രഹസ്യമായി അവർ ജനങ്ങൾക്കിടയിൽ തമ്പടിക്കുമ്പോൾ സത്യത്തിൽ വിറച്ചു പോകുന്നത് നരേന്ദ്രമോദി എന്ന ഒറ്റക്കൊമ്പനും അദ്ദേഹം നയിക്കുന്ന കേന്ദ്ര സർക്കാരുമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷാ സൈന്യത്തെ മുഴുവൻ വിന്യസിച്ച് അവിടെ എത്തുന്നവരുടെ ശരീരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വിടുന്നൊരു കാഴ്ചയാണ് ജന്തർ മന്ദറിൽ കാണുന്നത്. ജനാധിപത്യം തകരുന്നു എന്ന് പറയുമ്പോഴും സത്യത്തിൽ ജനറേഷൻ ഇസഡ് അഥവാ ജെൻസി പെൺകുട്ടികളും ചെറുപ്പക്കാരും തെരുവിലിറങ്ങിയാൽ ഒരു ഭരണകൂടവും പിന്നീട് നിലനിന്നിട്ടില്ല എന്നുള്ള സത്യം ഈ അധികാരികൾക്ക് നന്നായി അറിയാം. ആ ഭയം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുണ്ട്. അതുകൊണ്ടാണ് ഒരൊറ്റ സെക്കൻഡിൽ ഡോക്ടർമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘത്തെ ഇറക്കി സോനം വാങ്ചുക്കിനെ കഴിഞ്ഞ ദിവസം തന്നെ തട്ടിക്കൊണ്ടുപോയത്. തുടർച്ചയായ 23 ദിവസത്തെ നിരാഹാര സമരത്തിനൊടുവിൽ സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യം വഷളായപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതും കനത്ത സുരക്ഷയിലാണ്. ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ അപ്പാടെ തകർത്ത ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പരീക്ഷാ തട്ടിപ്പുകൾക്കുമെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സമരം ചെയ്യുന്ന ഈ ചെറുപ്പക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ ഉലയുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ചലോ സൻസദ് എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് യുവാക്കൾ പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറുമെന്ന ഭയത്താൽ ഡൽഹിയെ പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര പോലീസ്. ഡൽഹിയുടെ അതിർത്തികളിലും ജന്തർ മന്ദറിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ലാത്തിയും തോക്കുമായി സൈന്യത്തെ നിരത്തി നിർത്തിയിട്ടും ഈ പ്രതിഷേധക്കാരുടെ വീര്യം ചോരുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പരീക്ഷാ തട്ടിപ്പുകളിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിക്കാതെ പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ. തങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നിരാഹാരം അവസാനിപ്പിക്കൂ എന്ന ആശുപത്രിയിൽ കിടന്നും വാങ്ചുക് വ്യക്തമാക്കി കഴിഞ്ഞു. ചെറുപ്പക്കാരുടെ രോഷം കൊടുങ്കാറ്റായി മാറുമ്പോൾ അതിനെ ഭയന്ന് നിരോധനാജ്ഞയ്ക്കും പോലീസിനും പിന്നിൽ ഒളിക്കുകയാണ് ഭരണകൂടം. എന്നാൽ സർക്കാരിൻ്റെ ഈ അടിച്ചമർത്തൽ നടപടികൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനവുമായി തെരുവിൽ പോരാടുന്ന ഈ തലമുറ കേന്ദ്രഭരണത്തിൻ്റെ സിംഹാസനങ്ങളെ തന്നെയാണ് ഉലച്ചുകൊണ്ടിരിക്കുന്നത്.